ഇത് കൂടുതൽ ഡ്രാഗ് ടൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇത് കണ്ടോ, പപ്പ പറഞ്ഞിരിക്കുന്നത് എത്രയാ? 15,000. അപ്പോൾ 18 കിലോ വെച്ചാൽ അവൾക്ക് എത്ര ദൂരം ഓടാൻ പറ്റും? ഗൈസ്, നമ്മളിപ്പോൾ ആലപ്പുഴ ബീച്ചിലാണ്. നമ്മളിന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എന്ത് വീഡിയോ എന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യട്ടെ കേട്ടോ. വണ്ടി താഴുമെന്നൊന്നും അറിയത്തില്ല. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറിയക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആലപ്പുഴയിൽ ചെത്തിക്കടപ്പുറമാണ്. എനിക്കറിയത്തില്ല, ഒത്തിരി ആൾക്കാർക്ക് അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കും, ചെത്തിക്കടപ്പുറമാണ്. അപ്പോൾ നമ്മളിതേ വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു റീൽ മേടിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് സ്ഥലം എങ്ങനെയുണ്ട്? നല്ല ബീച്ചല്ലേ? അപ്പോൾ ഈ ബീച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം വണ്ടി ഓടിക്കാൻ പറ്റുന്ന വെച്ചാൽ നമ്മുടെ വണ്ടി കുഴപ്പമില്ല. ഒരു ചെറിയ മരം ഉണങ്ങിയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, നമ്മുടെ പുറത്ത് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഫുൾ പൈൻ ഫോറസ്റ്റ് ആണ്. അപ്പോൾ ശരിക്കും നല്ല വെജിറ്റേഷൻ ഉള്ളൊരു ബീച്ചാണ്. ഇവിടേക്ക് നോക്കിയതുണ്ടോ, ഫുൾ മൈതാനമൊക്കെ പോലെയുണ്ട്. അതുകൊണ്ട് നല്ല രസമാണ് ബീച്ച്. ഞാൻ ഒരു പുതിയ റീൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം, കാണിച്ചു തരാം കേട്ടോ. അതിന് മുമ്പ് ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പുണ്ടല്ലോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പോർട്സ് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പരിമാച്ചതാണ് കേട്ടോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇതിൽ ലോ മിനിമം ഡിപ്പോസിറ്റ് ആണ്. അതുപോലെ തന്നെ 24/7 ആണ് ഇവരുടെ കസ്റ്റമർ കെയർ സർവീസ്. അതുപോലെ ഫാസ്റ്റ് ക്യാഷ് വിഡ്രോവൽ ഉണ്ട് കേട്ടോ. മെയിൻ ആയിട്ട് ഇതിൽ വരുന്ന ക്രിക്കറ്റിനെ കുറിച്ചുള്ള ബെറ്റിങ്ങുകളാണ് കേട്ടോ. പക്ഷേ ഇപ്പോഴാണെങ്കിൽ പുതിയ ബിഗ് ബാഷ് ലീഗിനെ കുറിച്ചുള്ള ബെറ്റിങ്ങുകളും വരുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, ആ ഒരു മാച്ചിലെ ഏതൊരു ടീമാണ് വിൻ ചെയ്യുന്നത് ഗസ് ചെയ്യുക. പാരിമാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ് കേട്ടോ. ഇവർക്ക് ഏകദേശം 26 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവർ സ്പോൺസർ ചെയ്യുന്ന എല്ലാ ടോപ്പ് ബ്രാൻഡുകളാണ് കേട്ടോ. ഇത് ട്രസ്റ്റബിൾ ആയിട്ട് ഒരു പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലേക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ നമ്പറും പാസ്വേഡും വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഏകദേശം 8,000 വെൽക്കം ബോണസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. റീലിന്റെ വലുപ്പമൊക്കെ എല്ലാവരും കാണിച്ചു കൊടുക്കുക. ഇതാണ് നമ്മൾ പുതിയതായിട്ട് മേടിച്ചിരിക്കുന്ന റീൽ കേട്ടോ. ഇതാടല്ലേ മമ്മി പിടിച്ച്. നമ്മൾ ഇത് രണ്ടുമാണ് ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് രണ്ട് ഷിമാനോയുടെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് മേടിച്ച റീല. ഇതാണ് ഞാൻ ഏറ്റവും അവസാനമായിട്ട് മേടിച്ച റീൽ. ഇത് രണ്ടിന്റെ വ്യത്യാസം എന്താണെന്ന് എല്ലാവർക്കും അറിയണമായിരിക്കുമല്ലോ അല്ലേ? ഇതിന്റെ പ്രൈസ് ഗസ് ചെയ്യ്. ഇതിന്റെ പ്ലാറ്റിനം റീലാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പപ്പ പറഞ്ഞിരിക്കുന്നത് എത്രയാ? 15,000. പപ്പ 15,000 പറഞ്ഞിരിക്കുന്നത്. 20,000 കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ ഇതിന്റെ 10 ഇരട്ടി. ഇതിന് 2,300 ആണ് പ്രൈസ്. ഇതിന് ഏകദേശം 23,000 രൂപ വിലയുണ്ട് കേട്ടോ. അപ്പം 23,000 രൂപയുടെ ചൂണ്ട എന്തിനാണ് എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും. നമ്മളിപ്പോൾ കാണിച്ചു തരാം കേട്ടോ എന്തിനാണ്. നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു റോഡയിലാണ് കേട്ടോ. ഇത് നമ്മൾ പുതിയതായിട്ട് മേടിച്ച റോഡാണ്. ഇതിന് ഏകദേശം 30,000 രൂപ വിലയുണ്ട് കേട്ടോ. ഏതിന്? ചൂണ്ടക്കമ്പിന്. അപ്പോൾ ഏകദേശം 60,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ മേഖല ഇതായതുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് പിടിച്ച് നോക്കി. പപ്പയ്ക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഡൗട്ട് അല്ലേ? ഇത് 10 ഫീറ്റ് റോഡാണ് കേട്ടോ. അപ്പൊ എന്റെ രണ്ട് കയ്യിൽ 2 ചൂണ്ടയുണ്ട്. ഇത് ഞാൻ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് മേടിച്ച് ഉപയോഗിച്ച നമ്മുടെ റോഡും റീലും. അതുപോലെ തന്നെ ഇത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ചിരിക്കുന്ന സാധനം. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 2 ടെസ്റ്റേഴ്സിന് ആവശ്യമുണ്ട്. 2 ഓടുന്ന മീനുകൾ. നമ്മൾ പിടിക്കുന്ന ഏത് മീനാണോ അതിനനുസരിച്ചാണ് നമ്മൾ റീലും റോഡും സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കിപ്പോൾ മീനിനെ പിടിച്ച് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് 2 വലിയ മീനുകളുണ്ട്. ഒരു ചാനലുള്ള വലിയ മീനാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞപ്പൻ. ഇവർ രണ്ടുപേരാണ് നമ്മൾ യൂസ് ചെയ്യണം മീനിന് പകരം. ചൂണ്ടിടാൻ പോകുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൗണ്ട് കേൾപ്പിച്ചു കേട്ടോ. അപ്പം നമ്മൾ കുഞ്ഞപ്പനെ ആദ്യം കെട്ടുവാണ് കേട്ടോ. നമ്മൾ കുഞ്ഞപ്പൻ്റെ പുറത്ത് നമ്മളിത് കെട്ടി വിടുവാണ്. സൂപ്പർ കെട്ടാണ്, കെട്ടൊന്നും ഇത് ചെയ്തില്ല. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത്രേ ഉള്ളൂ. ഈ റീലിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ഓടുന്ന വഴിക്ക് മീനെ പിടിച്ചു നിർത്തുക. അതാണ് റീലിന്റെ പർപ്പസ്. അതനുസരിച്ചാണ് നമ്മൾ റീലിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഡ്രാഗ് വെയിറ്റ് എന്ന് പറയും. നമ്മൾ കുഞ്ഞപ്പനെ ഈ റീൽ വെച്ചിട്ട് പിടിച്ചു നിർത്താൻ പറ്റുമോ നോക്കാൻ വേണ്ടി പോവാം. കുഞ്ഞപ്പൻ ഈ റീൽ വെച്ച് പിടിച്ചു നിർത്താൻ പറ്റുമോ? കുഞ്ഞപ്പൻ 40 കിലോ ഉണ്ട്. ഈ റീലിന്റെ ഡ്രാഗ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 6 കിലോ ആണ്. അപ്പോൾ 6 കിലോ ഡ്രാഗ് വെയിറ്റ് ഉള്ള റീലിന് 40 കിലോ കുഞ്ഞപ്പനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ക്വസ്റ്റ്യൻ അങ്കിൾ എന്നാ പറയുന്നത്? ഐഡിയലി പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഓൾ സെറ്റാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞപ്പ നീ ഇത്രയും ചെയ്താൽ മതി. നീ ഇവിടുന്ന് ഓടി പോവുക. അവിടെ പോയിട്ട് ആ ക്യാമറ നോക്കിയിട്ട് ഓടാനായിട്ട് പാടുണ്ടായിരുന്നോ അല്ലയോ എന്ന് പറയുക. അത്രേ ഉള്ളൂ. റെഡി ഗോ. ഓ മൈ ഗോഡ്, ദിസ് ഈസ് നോ. ഒരു രീതിയിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഓടുന്നതിന് അധികം പാടില്ലായിരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ. 6 കിലോ ഡ്രാഗ് വെയിറ്റ് ഉള്ള മെഷീനാണ്. അപ്പൊ ഇതിന് കുഞ്ഞപ്പനെ നിർത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പൊ നെക്സ്റ്റ് ബിഗ് ക്വസ്റ്റ്യൻ, പുതിയ റോഡും റെയിലും വെച്ച് കുഞ്ഞപ്പനെ നിർത്താൻ പറ്റുമോ ഇല്ലയോ അല്ലേ? തൊഴിലാളികൾ ഓടി വരുന്നുണ്ട് കേട്ടോ. എന്നാ പറ്റി? വലിയ പാടുണ്ടായിരുന്നു. അതാ ഒരു കാര്യം ഒന്നുകൂടി, ഞാൻ ഡ്രാഗ് ഫുൾ ടൈറ്റ് ചെയ്യാം. ഇപ്രാവശ്യം ഞാൻ ഡ്രാഗ് ഫുൾ ടൈറ്റ് വെക്കണം കേട്ടോ. ഈ റീലിന്റെ ഡ്രാഗ് ഫുൾ ടൈറ്റ് ആണ്. റെഡി? ഇത് കൂടുതൽ ഡ്രാഗ് ടൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇത് കണ്ടോ, പാടുണ്ടായിരുന്നു. ഇച്ചിരി മുമ്പത്തേക്കാളും പാടുണ്ടായിരുന്നു. ഇപ്പൊ റീലിനെ കുറിച്ച് അറിയാത്തവർക്കും കാര്യം മനസ്സിലായി കാണും. നമുക്ക് 6 കിലോ ഫോഴ്സ് ഈ റീല് കൊണ്ട് മീനിന്റെ ദേഹത്ത് പ്രയോഗിക്കാൻ പറ്റും. മീൻ അത്രയും പയ്യെ ഓടാൻ വേണ്ടി പറ്റും. അതാണ് ഐഡിയലി ഇതിന്റെ ഒരു ഫിസിക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് റീല് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇനി ട്രൈ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ റോഡും റീലാണ്. ഇത് എവിടെ നിന്നാണ് മേടിച്ചത് നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ട് വരുന്ന ഗ്യാപ്പിൽ നമ്മൾ ഇതെല്ലാം റെഡിയാക്കി വെക്കാം. അവളെ ഈ റോഡ് കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റും നമുക്ക് നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ കാലടിയാണ്. കാലടി ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഈ ഒരു ജുവലറിയുടെ സൈഡിൽ കൂടെ ഇടത്തേക്ക് കിടക്കുന്നതാണ് കേട്ടോ കട. അതെ, ഇവിടുന്ന് കയറി ചെല്ലുമ്പോഴേക്കും ഇടത്ത് വശത്ത്
കാണുന്നതാണ് കേട്ടോ കട. ഡ്രീംസ് ഫിഷിംഗ് ഹബ് എന്നാണ്. അടിപൊളി. ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട്, വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ കട. ചേട്ടാ കയറിക്കട. ചേട്ടാ നമ്മുടെ റീൽ റെഡിയാണോ? അപ്പോൾ നിങ്ങളിപ്പോൾ ഇരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇത്ര റീൽ ഇരിപ്പുണ്ടെങ്കിൽ പോലും ആ പാക്കിൻ്റെ തന്നെ അതിൻ്റെ വലിപ്പം ഏകദേശം അറിയാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് ഇത്രയും വലിയ എക്സ്പെക്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഈ റീലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ 16 കിലോ ഡ്രാഗ് ഉണ്ട് കേട്ടോ. 16 കിലോ ഡ്രാഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതെന്താണ് ഞാൻ വീട്ടിൽ തന്നെ കാണിച്ചു തരാം. ഡ്രാഗ് എന്താണ്? സിമ്പിളാണ്. ഇങ്ങനെ കയറ്റിയിടുക. പെർഫെക്റ്റ്. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത്രേ ഉള്ളൂ സാധനം. ഇതിന് പറ്റിയ ഒരു ലൈനും കൂടെ വേണം നമുക്ക്. അപ്പോൾ ഇത് YGKയുടെ ഫുൾ ഡ്രാഗ് എന്ന് പറഞ്ഞ ലൈനാണ്. ഇത് ചൂണ്ടയിടാൻ പോകുന്നവർക്കറിയാം, അത്യാവശ്യം ഈ കാറ്റഗറി വരുന്ന ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി ബ്രൈഡുകളിൽ ഒന്നാണ്. 6500 രൂപ വില അല്ലേ? ജിനോജിന്റെ മുഖം നോക്കട്ടെ. ജിനോജൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് 300 രൂപയുടെ ലൈനാണ് കേട്ടോ. അല്ല ചേട്ടാ, നമുക്കിപ്പോൾ അത്യാവശ്യം ബിഗിനേഴ്സിനൊക്കെ പറ്റിയ ക്വാളിറ്റി. ബിഗിനേഴ്സിന് നമുക്കിപ്പോൾ 750 രൂപ മുതൽ ഉള്ള റീല് സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ FX ഇപ്പൊ 2200 സ്റ്റോക്ക് ഇരിപ്പുണ്ടല്ലേ? FX വേണ്ടി സ്റ്റോക്ക് ഉണ്ട്. അത്യാവശ്യം ബിഗിനേഴ്സിന് പറ്റിയ ഒരുമാതിരിപ്പെട്ട റീലുകളെല്ലാം തന്നെ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന റീലുകൾ ആ ബ്രാൻഡുകളെല്ലാം ഉണ്ട്. ഒക്കുമ്പോ ഉണ്ടല്ലേ നമുക്ക്. അപ്പോൾ ഈ ഒരു കളക്ഷനും ഉണ്ട്. പിന്നെ ഇവിടെ ബെയ്റ്റ് കാസ്റ്റിംഗ് ഉണ്ടല്ലേ ചേട്ടാ? റെഡേറ്റർ അല്ലേ ലൂക്കാനയുടെ? ഇത് 2600 രൂപ അത്ര ഉള്ളൂ അല്ലേ? ചേട്ടനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആളെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ചേട്ടാ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇത് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണോ? കാർപ്പ് ബൈറ്റ് ആണ്. കാർപ്പിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ബൈറ്റ് ആണ് നമ്മളിപ്പോ പോപ്പിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 190 റേഞ്ച് ഇതിന് വരത്തുള്ളൂ. ഒന്നും ചേർക്കണ്ട ഈ സംഭവത്തിൽ. ഫെഡറുക്കാണെങ്കിൽ ഒരു അല്പം മൈദ കൂടി ചേർത്താൽ മതി. ബ്രെഡോ മൈദ എന്തെങ്കിലും ചേർത്തിട്ട് കുറച്ചുകൂടെ തിക്കാക്കിയാൽ മതി. നല്ല പക്ക റിസൾട്ട് ഉള്ള ഫുഡാണ്. നല്ല മൂവിംഗ് ഉള്ള സംഭവം ശരിക്കും. അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർപ്പിന്റെ തീറ്റ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സംഭവം ഇതില് ഉണ്ട് നിലവിൽ. വെറുതെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സംവിധാനം. അപ്പോൾ സാധനം കൊണ്ട് നമ്മൾ ട്രൈ ചെയ്തോണം. അപ്പോൾ ഞാൻ എന്തായാലും ഒരെണ്ണം മേടിക്കുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കടയിലോട്ട് കയറി വരുമ്പോഴേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, റൈറ്റ് സൈഡിൽ ഫുൾ ലൂറാണ് കേട്ടോ. അത്യാവശ്യം നമ്മൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ലൂറുകളും ഉണ്ട്. ലൂക്കാനയുടെ അത്യാവശ്യം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ലൈവ് ചെമ്മീനാണ്. പിന്നെ പെട്ടെന്ന് എടുത്ത് പറയുവാണെങ്കിൽ സ്റ്റോമിന്റെ ലൂറുകളുണ്ട്, ഡിയോയുടെ ലൂറുകളുണ്ട്, ചേസ് ബൈറ്റ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ശരിക്കും ലൂർ ബോക്സ്, നമ്മുടെ ഗ്രിപ്പർ, കാര്യങ്ങൾ, ആക്സസറീസ് എല്ലാം ഉണ്ട്. എല്ലാ സാധനവും നമ്മൾ ചെയ്യുന്നുണ്ട്. അടിപൊളി. പിന്നെ റോഡിന്റെ കളക്ഷൻ നോക്കുവാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഈ ഒരു റാക്കിൽ ഫുൾ റോഡാണ്. ഈ ഒരു റാക്കിൽ മാത്രമല്ല, 1, 2 ഈ 2 റാക്കിൽ ഫുൾ റോഡാണ്. വാഗ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെയിൻ ലൂറാണ് നമ്മുടെ ഡ്രേവിന്റെ ഫ്രോഗ്. ഡ്രേവിന്റെ ഫ്രോഗിന്റെ ഒരു വലിയൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ. ഒരുമാതിരിപ്പെട്ട എല്ലാ കളറും ഉണ്ട്. കളർ മാത്രമല്ല, സൈസും ഉണ്ട് കേട്ടോ. ഓരോ സൈസിലുള്ള ഫ്രോഗ് ഉണ്ട്. ഇതൊരു വെറൈറ്റി സ്പൈഡർ ഹൂക്ക് ആണല്ലോ. 130 രൂപ ഒരു സ്പൈഡർ ഹൂക്ക്. ഒരു സെറ്റിന് 130 രൂപ അല്ലേ? പോപ്പപ്പിന്റെ ഒത്തിരി സൈസുകളുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരുമാതിരിപ്പെട്ട എല്ലാ സൈസ് റേഞ്ചിലുള്ള സാധനങ്ങളും അവൈലബിൾ ആണ്. ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ ബ്രൈഡൽ ലൈൻ്റെ, മോണോലൈൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. ആടിന്റെ കളക്ഷൻ നോക്കുവാണെങ്കിൽ നിയോബിയുടെ ഉണ്ട്, അതുപോലെ ലൂക്കാനയുടെ ഉണ്ട്, മൂണിന്റെ ഒരു കളക്ഷൻ ഉണ്ട്, ജിഹഡ് ഉണ്ട്. ചൂണ്ടക്കാർക്ക് വേണ്ട ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഇവൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനം തൊട്ട് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള സാധനം വരെ നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേട്ടാ വേറെ കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം ഇനി ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ എനിക്ക് എല്ലാ പ്രശ്നം കൊണ്ട് വരാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ നമുക്ക് കൊറിയർ സർവീസ് ഉണ്ടോ? ഇന്ത്യയിൽ എവിടെയും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും. എന്ത് സാധനവും നമ്മൾ ഇന്ത്യയിൽ എവിടെയും കൊറിയർ ചെയ്തു. റോഡാണെങ്കിലും റീലാണെങ്കിലും എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിപൊളി. അതൊരു നല്ല സർവീസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് മേടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വാട്സാപ്പിൽ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ വാട്സാപ്പ് വഴി ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ സാധനം നിങ്ങളുടെ വീട്ടിലെത്തും. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു. ഞാൻ കൈ തരുന്നില്ല. ഉറപ്പായിട്ടും ഇല്ല, വന്നില്ലെങ്കിൽ പോലും വാട്സാപ്പിൽ കൂടെ നമ്മൾ ഓൺലൈൻ ആയിട്ട് മേടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും സാധനം മേടിച്ചിട്ടുണ്ട്. ഇനി തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും മമ്മിയുടെ ഇവിടെ റിയാക്ഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത മോളെ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ 60 കിലോ അടുപ്പിച്ചുണ്ട്. 60 കിലോ നമുക്ക് നിർത്താൻ പറ്റുമോ? 18 കിലോ ഡ്രാഗ് ഉള്ള റീല് വെച്ചിട്ട് 60 കിലോ ഉള്ള കൊച്ചിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക് കേട്ടോ, പറ്റുമോ ഇല്ലയോ. ഇപ്പോൾ ഡ്രാഗ് ഫുൾ ടൈറ്റ് ആണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ റീൽ ഇപ്പോൾ കറക്റ്റ് 18 കിലോ അവളുടെ ദേഹത്ത് പ്രയോഗിക്കും. അപ്പോൾ 18 കിലോ വെച്ചാൽ അവൾക്ക് എത്ര ദൂരം ഓടാൻ പറ്റും? ക്വസ്റ്റ്യൻ. റെഡി? ഓടിയോ? റെഡി? 1, 2, 3 സ്റ്റാർട്ട്. പക്ഷേ ഇത്ര ഓടാൻ പറ്റത്തുള്ളൂ. അവളുടെ എക്സ്പീരിയൻസ് പറയുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഉറപ്പായിട്ട് നല്ല പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ മതി, 18 കിലോയുടെ റീൽ എന്ന് പറയുമ്പോഴേക്കും 18 കിലോയുടെ മീനെ പിടിക്കാന്നല്ല, 18 കിലോയുടെ ഫോഴ്സ് ആ മീനിന്റെ ദേഹത്ത് പ്രയോഗിക്കാൻ പറ്റും. അപ്പോൾ 18 കിലോയുടെ ഒരു പുള്ള് കിട്ടുമ്പോഴേക്കും എത്ര ദൂരം നിങ്ങൾക്ക് ഓടാൻ പറ്റും? അതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നീ പറ, എത്ര ദൂരം നീ ഓടി? ഇവിടെ ഹാർഡ്ലി ഒരു 15 മീറ്റർ ഓടിക്കാണ് കേട്ടോ, അല്ലെങ്കിൽ 20 മീറ്റർ ഓടിക്കാണ്. കുറച്ചുകൂടെ പോകാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ ഒരു 40 മീറ്റർ ഓടാൻ പറ്റുമോ? ഇല്ല, 40 മീറ്റർ ഓടാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ. വലിയ മീനാണെങ്കിൽ പോലും ഈ മീനിനൊക്കെ ഒരു സ്റ്റാമിന എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പോൾ 18 കിലോ വെച്ചുകൊണ്ട് ഇതിന് എത്ര ദൂരം ഓടാൻ വേണ്ടി പറ്റും? അപ്പോൾ ഇത് വെച്ചിട്ട് ആക്ച്വലി നമുക്ക് ഒരുമാതിരിപ്പെട്ട അത്യാവശ്യം വലിയ മീനുകൾക്കെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ റോഡ് മേടിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നത് കുഞ്ഞപ്പ നിനക്ക് എത്ര ദൂരം ഓടാൻ പറ്റുമായിരുന്നു മറ്റേ വെച്ചിട്ട്? എനിക്ക് ചിലപ്പോൾ അതിൻ്റെ ഇരട്ടി ഓടാൻ പറ്റും. അത്ര ഓടാൻ പറ്റുമായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ.
മുക്കോനും മുക്കോത്തെയും കൂടെ വരുന്നുണ്ട് കേട്ടോ. 2 ചൂണ്ടയൊക്കെ ആയിട്ട് തെരണ്ടി കുഞ്ഞുങ്ങളെ പിടിക്കാനായിട്ട് പോകുന്ന ചേച്ചി. ഇതാ ഇവിടെ മിസൈൽ ലോഞ്ച് ചെയ്യാൻ പോകണം. വിനാശ തെരണ്ടി പിടിക്കുവോ? ഗൈസ് ഇവിടെ ഇവിടുന്ന് മിസൈൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. 2 ചൂണ്ടയൊക്കെ ഉണ്ട്. ഇവിടെ മറ്റേ തുമ്പങ്കോല എന്ന് പറഞ്ഞ മീനുണ്ട്. തുമ്പങ്കോല എന്ന് പറഞ്ഞ മീൻ എന്താണെന്ന് ഇവർക്ക് അറിയത്തില്ല. സ്ഥലം എങ്ങനെയുണ്ട്? വലിയ ഇഷ്ടം. നല്ല സ്ഥലമല്ലേ? വൈകുന്നേര സമയത്തൊക്കെ വന്നിരിക്കാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. കുഞ്ഞപ്പൻ ഇവിടെ മണൽ മാറാൻ തുടങ്ങി. അതേടെ അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് കാപ്പി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇച്ചിരി കാപ്പി വന്നാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പിസ. ഇത് ഞാൻ പറയുന്നതാണ്. പിസ മറ്റേ ദോശക്കല്ല് വെച്ച് ചൂടാക്കിയല്ലേ? ദോശക്കല്ല് വെച്ച് ചൂടാക്കിയ പിസയാണ് കേട്ടോ. അത് സൂപ്പർ സാധനം. ചേച്ചി കൂട്ടിയിൽ നിർത്തി കേട്ടോ. ചേച്ചി ജിനാചാരം ചൂണ്ടിടാൻ കൊടുക്കാത്തതുകൊണ്ട് വഴക്കുണ്ടാക്കിയിരിക്കുവാണ്. ശരിക്കും കണ്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മീൻ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മൾ ബ്ലൂപ്പറിൽ ഇടാൻ കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ഇറ്റ്സ് മീ സെവൻ സിറിയക് ഫാമിലി. എല്ലാവരും ഉണ്ട്. കള്ളപ്പം, നല്ല നാടൻ കള്ളപ്പം. പിസ അതിനേക്കാളൊക്കെ നല്ല അടിപൊളി സാധനം ഇതാണ് കേട്ടോ. ഇതിങ്ങനെ പച്ചയ്ക്ക് തന്നെ നല്ല ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ഇറ്റ്സ് മീ സെവൻ സിറിയക്. ബാക്കി എല്ലാവരും എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. മോൻ്റെ പേരെന്നാ? ഒരാൾ വിളിച്ചു നിൽപ്പുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ചെറിയത് 2 സ്ട്രീം വേണ്ട. അപ്പൊ നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയ റീലാണ് കേട്ടോ. അല്ല, കാളാഞ്ചി. ഇവിടെ കാളാഞ്ചി നമ്മളൊന്ന് ചൂണ്ട ഇടുന്നില്ല കേട്ടോ. ഇന്ന് ജനുവരി 1 മിക്കവാറും ഞാൻ ഈ വർഷം മൊത്തം മനുഷ്യന്മാരായിരിക്കും പിടിക്കുന്നത്. മൈക്ക് റെക്കോർഡിംഗ് അല്ലേ? ഇങ്ങനെ കറങ്ങി എടുത്തോ കേട്ടോ. നമുക്ക് ഇവിടുന്ന് കിട്ടിയ ഏട്ടക്കൂരി 1 മീനെ കിട്ടിയുള്ള 1 മീൻ. മമ്മി ഇട്ട ചൂണ്ട, പക്ഷെ മീൻ പിടിച്ചത് ഞാൻ. അപ്പ ഇട്ട ചൂണ്ട.